പുതിയ ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ തമാശ ഈ ഹെയർ സ്റ്റൈൽ കാരണം ഒരു കല്യാണത്തിന് പോലും പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈ സിനിമയിലേക്ക് VK പ്രകാശിൻ്റെ ഈ സിനിമയിലൊക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നിവാസം ചെയ്യാൻ പറ്റുള്ളൂ. ഗുലുമാൽ എന്ന് പറയുന്ന സിനിമയിൽ കുറേ തലവര പോലെ ചെയ്തിരുന്നു. ഈ സിനിമയിലെ കഥാപാത്രം ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇയാളുടെ തൊലിക്കെട്ടി എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് സ്വാഭാവികമായിട്ട് എല്ലാവരും ചിന്തിക്കും. പക്ഷേ ഇയാൾ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം പുള്ളി ബിൽസില എന്ന് പറഞ്ഞ ആൽബത്തിൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ അപ്പുറം വേണമെങ്കിലും ചെയ്യും. ഈ സിനിമയിൽ ഞാൻ തന്നെ പാടിയിട്ടുണ്ട്. ബിൽസില ഹേ ബിൽസില എന്നുള്ള പാട്ട് ഞാൻ തന്നെ പാടിയിട്ടുണ്ട്. അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. കാരണം ആ ഗാനത്തിൻ്റെ ചൂട് വെച്ചപ്പോൾ അതിന് ആക്ഷൻ കട്ട് പറഞ്ഞതൊരു നാഷണൽ അവാർഡ് വിന്നറായ VK പ്രകാശും അത് ക്യാമറ ചലിപ്പിച്ചത് മറ്റൊരു നാഷണൽ അവാർഡ് വിന്നറായ വേണുവേട്ടനുമാണ്. അപ്പോൾ ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം, ആ ആൽബം എവിടം വരെ എത്തിയെന്ന്. എൻ്റെ ഡയറക്ടറൊക്കെ ലൊക്കേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു, ഭയങ്കര കോമഡിയാണ്. അപ്പോൾ ബിൽസില എന്ന് പറയുന്ന ആൽബം ഇന്നും ജനങ്ങൾ ഒരുപക്ഷെ എൻ്റെ ഗൽബിലെ പോലെ നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്ന ഒരു പാട്ട് തന്നെയാണ് ബിൽസില. അപ്പോൾ ബിൽസില ഹേ ബിൽസില എന്നുള്ള പാട്ടും ഒരു പാടാനുള്ള അവസരവും കൂടി ഈ 3 Kings എന്ന് പറയുന്ന സിനിമയിലൂടെ കിട്ടി. ഒരു എനർജിയുള്ള സിനിമ തന്നെയായിരിക്കും, സംശയമില്ല. എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ശങ്കരൻ ഉണ്ണി രാജ എന്നാണ്. പിന്നെ വേറെ രാജാക്കന്മാർ വേറെ ഉണ്ട്, രാമൻ ഉണ്ണി രാജ, ഭാസ്കരൻ ഉണ്ണി രാജ. ഞങ്ങൾ 3 ബ്രദേഴ്സാണ്, രാജകുടുംബത്തിലെയാണ്. ഇതുപോലെ തന്നെ ഈ 3 ബ്രദേഴ്സ് സ്നേഹിക്കുന്നത് 3 സിസ്റ്റേഴ്സിനാണ്. ഹോസ്പിറ്റലിലല്ല, അങ്ങനെ 3 സിസ്റ്റേഴ്സിന്. അതാണ് ഈ അമ്മു മീൻസ് സമൃദ്ധ, ആൻ, അതുപോലെ തന്നെ കാതൽ സന്ധ്യ. ഞങ്ങളുടെ 3 ബ്രദേഴ്സ് എന്ന് പറയുന്നത് കണ്ടാൽ കീരിയും പാമ്പിനെയും പോലെ തന്നെയാണ്. അപ്പം കണ്ടാൽ ഇടിയാണ്. അപ്പോൾ എന്താ പറയുക, പാര പരസ്പരം കണ്ട പാര, അങ്ങനെ ഒരു പാട്ട് തന്നെ ഉണ്ട്, പാരേനെ ബേസ് ചെയ്തിട്ടുള്ളൊരു പാട്ട്. ഇതിൽ എനിക്ക് തോന്നുന്നത് ഇതൊരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ചിത്രമായിരിക്കും, ഫെസ്റ്റിവൽ ഫിലിം തന്നെയായിരിക്കും. ത്രീ കിങ്സ് എന്ന് പറഞ്ഞ സിനിമ ശരിക്കും കുട്ടികൾക്ക് വേണ്ടി വെക്കേഷൻ സമയത്ത് റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു കംപ്ലീറ്റ് കാർട്ടൂൺ കാർണിവലാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു എല്ലാതരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മളിതിന് മുമ്പേ കണ്ടിട്ടുള്ള കോമിക് ആയിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുന്ന പോലെ, അല്ലെങ്കിൽ ടോം ആൻഡ് ജെറിയും പിങ്ക് പാന്തറും ഒക്കെ പോലെ കാർട്ടൂൺ സിനിമകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സിനിമയായിരിക്കും 3 Kings. ഈ 3 Kingsൽ ഒരു കിങ്ങാണ്. അപ്പോൾ ജയസൂര്യയും ചാക്കോച്ചനുമാണ് മറ്റു 2 കിങ്സ്. ബേസിക്കലി ഒരു ട്രഷർ ഹണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമയുടെ കഥ നീങ്ങുന്നത്. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ജീവിക്കുന്ന 3 ചെറുപ്പക്കാർ, അവർക്ക് പെട്ടെന്നൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങനൊരു ഇൻഫർമേഷൻ കിട്ടുന്നു, ഒരു ട്രഷറുണ്ട്, ഇവരുടെ കുടുംബസ്വത്തായിട്ടുള്ള ഒരു ട്രഷർ എവിടെയുണ്ട് എന്നറിയുകയും ഇവർ 3 പേരും അത് തിരഞ്ഞു പോകുന്നതും അതുമായി സംബന്ധിച്ചുണ്ടാകുന്ന വളരെ പ്രാധാന്യമുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ വരുന്ന ഒരു സിനിമയാണ്. കംപ്ലീറ്റ് ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമറാണ്, സ്ലാപ്സ്റ്റിക്കാണ്. നമ്മുടെ സെൻസസും ബുദ്ധിയും ഒക്കെ വീട്ടിൽ വെച്ചിട്ട് ജസ്റ്റ് ഹ്യൂമർ എൻജോയ് ചെയ്യാൻ വേണ്ടി തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമറസ് ക്യാരക്ടേഴ്സ് സിനിമ ചെയ്തിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് ഒരു കാർട്ടൂണിഷ് കൈൻഡ് ഓഫ് പെർഫോമൻസ് എക്സ്പെരിമെന്റ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടുന്നത്. എക്സ്പ്രഷൻസ് ആയാലും എല്ലാം വളരെ ഒരു കാർട്ടൂണിഷ്, നമുക്കറിയാം ടോം ജെറിയിലൊക്കെ കാണുമ്പോൾ വളരെ കാർട്ടൂണിഷ് ആണ് എക്സ്പ്രഷൻസ്. അതുപോലെ അഭിനയിക്കാൻ കിട്ടുന്നൊരു അവസരം ആദ്യമായിട്ടാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും കുട്ടികളോടൊപ്പം വെക്കേഷൻ സമയത്ത് പോയിരുന്ന് കണ്ട് ആസ്വദിക്കാവുന്ന ഒരു കംപ്ലീറ്റ് കോമിക് കാർട്ടൂൺ എന്റർടൈനർ ആണ് 3 Kings. നിങ്ങളെ കാണാൻ 3 എന്നാ നിങ്ങളുടെ മറ്റവന്മാരെ പോലെ തമ്മിൽ പാപ്പരായി നടക്കുന്നവരല്ല, യോഗ്യതയുള്ളവർ. നിങ്ങളെ നന്നായി നോക്കാൻ അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ നടത്തും. മനസ്സിലായോ? സിനിമ കാണാൻ വരുമ്പോൾ നിങ്ങൾ ബുദ്ധിയും കോമൺ സെൻസും വീട്ടിൽ വെച്ചിട്ട് വേണം ഈ സിനിമ കാണാൻ വരാൻ. ചിരിക്കാൻ വേണ്ടി മാത്രം, ഒരു ലോജിക്ക് എന്ന് പറയുന്നൊരു സംഭവം വിട്ടിട്ട് നമ്മൾ ഒരു ഫുൾ ടൈം ഒരു എൻ്റർടൈൻമെൻറ്റ് ഒരു സംഭവത്തിന് വേണ്ടി മാത്രം കാണാൻ വരേണ്ട ഒരു സിനിമയാണ് 3 Kings എന്ന് പറയുന്നത്. തുടക്കം മുതൽ ഒടുക്കം വരെ ഈ സിനിമയ്ക്ക് ഈ പറയുന്ന പോലെ 3 രാജാക്കന്മാർ ചിരിയുടെ രാജാക്കന്മാരായിട്ട് മാറുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. 3 നായികമാരുണ്ട് നാച്ചുറലി, സമൃദ്ധ, കാതൽ സന്ധ്യ, ആൻ അഗസ്റ്റിൻ. പിന്നെ ചിരിയുടെ ചക്രവർത്തിമാരായ അമ്പിളിച്ചേട്ടൻ, സുരാജ്, സലീം കുമാർ, അങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഇതിലുണ്ട്. കുട്ടികൾക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എല്ലാ ചേരുവകളും 3 Kingsൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർക്കിഷ്ടപ്പെട്ട കാർട്ടൂൺ ക്യാരക്ടേഴ്സായിട്ട് പോലും ഇതിലെ കഥാപാത്രങ്ങളായിട്ട് നമ്മൾ നായകന്മാർ വരുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ഒരു ചിരിയുടെ ഒരു മാലപ്പടക്കത്തിന് തന്നെ തിരികൊളുത്താൻ വേണ്ടിയിട്ടുള്ളൊരു സിനിമയായിരിക്കും ത്രീ കിങ്സ്.